ശരിക്ക് ഗവൺമെൻറ് പറയേണ്ടിയിരുന്നത് കുടിയേറ്റക്കാർക്കാണ് പട്ടയം നൽകിയിരിക്കുന്നത്. നിയമപരമായി കയ്യേറ്റക്കാർക്ക് ആർക്കും പട്ടയം കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരുണ്ടാക്കിയിരിക്കുന്നത് വ്യാജ പട്ടയമാണ്. ആ കയ്യേറ്റക്കാരുടെ ലിസ്റ്റ് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിൽ ഭൂരിഭാഗവും CPM-കാരായതുകൊണ്ട് അവരുടെ പേര് പുറത്തു വരും എന്നതുകൊണ്ടാണ് ഗവൺമെൻറ് അത് കോടതിയിൽ ഹാജരാക്കാതിരുന്നത്. അപ്പോൾ കുടിയേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും കയ്യേറ്റക്കാരുടെ കാര്യത്തിലുള്ള നിലപാടും രണ്ടും രണ്ടാണ് എന്നുള്ള ഒരു ഉറച്ച നിലപാട് ഗവൺമെൻറ് കോടതിയിൽ സ്വീകരിച്ചില്ല. മാത്രമല്ല, പുതിയ നിയമം വന്നു. അതായത് 64 നിയമം അനുസരിച്ച് പട്ടയഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമം വന്നു. നിയമം വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി, എത്ര മാസങ്ങളായി? അതിനൊരു ചട്ടം രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ആ കെട്ടിട നിർമ്മാണം വിവിധ സ്കെയിലുകളിലാക്കി ഈ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ രീതിയാണ്. അതുപോലെ തന്നെ CHRൻ്റെ കാര്യത്തിൽ 2016 വരെയുള്ള മുഴുവൻ ഗവൺമെൻറ്റുകളും സ്വീകരിച്ചിരിക്കുന്ന ഒരു അപ്രോച്ചുണ്ട്. അത് റവന്യൂ ഭൂമിയാണ്. അതേപോലെ തന്നെ അതിലെ മരങ്ങൾ വനം വകുപ്പിൻ്റെയാണ്. ഇപ്പോൾ എന്തുപറ്റി? 2017 റവന്യൂ വകുപ്പ് പറഞ്ഞു ഈ 2,15,000 ഏക്കർ ഭൂമിയും വനഭൂമിയാണ് എന്ന നിലപാട് സംസ്ഥാനത്തെ വനം വകുപ്പ് എടുത്തു, ഗ്രീൻ ട്രൈബ്യൂണൽ. അത് കഴിഞ്ഞ് വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു ഇത് മുഴുവൻ വനഭൂമിയാണ് എന്ന്. അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ വിവിധ കോടതിയിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, CHR ഭൂമി 2,64,000 ഏക്കറാണ്. അത് 413 സ്ക്വയർ മൈലുണ്ട് എന്നുള്ള തെറ്റായ വിവരവും ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ്. അത്രയില്ല. അത് എല്ലാ രേഖകളും പരിശോധിച്ചാൽ 2,15,000 പല ഏക്കർ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, റിസർവ് വനം അതിനകത്താണ്. 15,000-ലധികം ഏക്കർ റിസർവ് വനം അതിനകത്താണ്. ആ 15,000 ഏക്കർ ഭൂമി മാത്രമാണ് റിസർവ് വനമുള്ളത്. ബാക്കിയുള്ളത് മുഴുവൻ റവന്യൂ ഭൂമിയാണ്. അപ്പം തെറ്റായ വിവരങ്ങളാണ്. മാത്രമല്ല, ഒരു സുപ്രധാനമായ കാര്യം കോടതിയെ അറിയിച്ചില്ല ഗവൺമെൻറ്. സുപ്രീം കോടതി 2009 സുപ്രധാനമായൊരു സുപ്രീം കോടതി വിധിയുണ്ട്. 20,000-ലധികം വരുന്ന ഹെക്ടർ CHRൽ പട്ടയം കൊടുക്കാനുള്ള വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ട്. ആ വിധി ഇപ്പോൾ ഇത് സ്റ്റേ ചെയ്തപ്പോൾ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ, സത്യവാങ്മൂലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. 2009 സുപ്രധാനമായ സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു.